Praise the Lord. ദൈവത്തിന് മഹത്വം. I thank the Lord for this opportunity that God has given to me to stand before the Word. ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുവാനായിട്ട് ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. This is our first time worshiping with the saints here in Tirumala Brethren Assembly. തിരുമലയുള്ള ഇവിടെയുള്ള വിശ്വാസികളുമായിട്ട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയായത്. We are from Madurai and doing the Lord's ministry full time there for the past 10 years as family. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് മധുര എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബമായിട്ട് ഒരു ദൈവവേലയിലായിരിക്കുന്നു. We are engaged in Bible school ministry and also with the assembly over there. അവിടെ ബൈബിൾ സ്കൂളോടുള്ള ബന്ധത്തിലും അവിടെയുള്ള സഭയോട് ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു. A lot of villages surrounding Madurai and in lot of villages we have small assembly testimony and God is helping many people to go there and establish assemblies during these days. മധുര എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ കൂടിവരകൾ നടന്നു വന്ന് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. So please do keep us in your prayers. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. May his name be glorified. ദൈവത്തിന്റെ നാമം മഹത്വപ്രമാറാകട്ടെ. For our short meditation, ചെറിയ ധ്യാനത്തോടുള്ള ബന്ധത്തിൽ we would dwell from the book of 2 Corinthians. 2 കൊരിന്ത്യരിൽ നിന്ന് ഒരു ഭാഗത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Many times during our difficult times we lose our sight. പല ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ വരുമ്പോഴും നമ്മുടെ ദർശനങ്ങൾ മാറിപ്പോകുന്നുണ്ട്. Have you noticed the vision of a lion? ഒരു സിംഹത്തിന്റെ ദർശനം അല്ലെങ്കിൽ ആഗ്രഹം, ലക്ഷ്യം എന്നുള്ളത് നാം ചിന്തിച്ചിട്ടുണ്ടോ? Science says the vision of a lion is 6 to 8 times more than the vision of a man. ഒരു മനുഷ്യന്റെ കാഴ്ചയെക്കാളും 6-8 മടങ്ങ് അധികം കാഴ്ചശക്തിയുള്ള ഒരു മൃഗമാണ് സിംഹത്തിന്റേതെന്ന് ശാസ്ത്രം പറയുന്നു. It can see its prey like with so many thousands of meters away from it. ആയിരക്കണക്കിന് മീറ്റർ മുൻപേ നിന്നുള്ള തന്റെ ഇരയെ തന്നെ അതിന് കൃത്യമായി കാണുവാനുള്ള കാഴ്ചശക്തി അതിനുണ്ട്. And in lower light and in the dark times it can see the invisible things because of the structure of the eye. തന്റെ കണ്ണിന്റെ ഒരു ശക്തി മുഖാന്തരമായിട്ട് ചെറിയ പ്രകാശമുള്ളിടത്ത് പോലും തനിക്ക് കാണുവാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പോലും കാണുവാൻ സിംഹത്തിന് കഴിയുന്നുണ്ട്. Our eye is different from the eyes of a lion. സിംഹത്തിന്റെ ഒരു കണ്ണിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട ഒരു കാഴ്ചയാണ് നമുക്കുള്ളത്. The eyes of the lion has a bigger pupil. അതിന്റെ കൃഷ്ണമണി എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ കൃഷ്ണമണിയാണ്. 3 to 4 times bigger the pupil, so the light enters into the eyes in a more intense way. കുറച്ചുകൂടെ ശക്തിയായിട്ടാണ് അതിനാൽ പ്രകാശം സിംഹത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയിലേക്ക് പതിക്കുന്നത്. And in the back of the eye there is lot of rods than our eyes. നമ്മുടെ കണ്ണിലുള്ള റോഡ്സ് എന്ന് പറയുന്ന നെർവ്സിനേക്കാളും കൂടുതൽ റോഡ്സ് സെൽസ് ഈ സിംഹത്തിന്റെ കണ്ണുകളിലുണ്ട്. So that is why it reflects more than our eyes. It gets more light and reflects more light. അതിനാൽ തന്നെ അതിൽ പതിക്കുന്ന പ്രകാശത്തെക്കാൾ ഉപരിയായിട്ട് തന്നെ അതിൽ നിന്ന് കൂടുതൽ പ്രകാശം അതിൽ നിന്ന് വിസർജിച്ച് പോകുന്നുണ്ട്. Have you seen a cat in the dark times? നമ്മൾ പൂച്ചയെ കുറിച്ച് നോക്കുക. അതിന്റെ ഇരുട്ടുള്ള സമയത്ത് how the eyes it will be? അതിന്റെ കണ്ണുകൾ എങ്ങനെയാണായിരിക്കും? It will glow because the light reflects in a lower intensity but it reflects more light outside. അത് തിളങ്ങുന്ന കണ്ണുകളായിട്ട് നാം കാണുന്നുണ്ട്. കാരണം കയ്യിൽ പതിക്കുന്ന പ്രകാശത്തെ കൂടുതലായിട്ട് അത് പ്രതിഫലിച്ചു പോകുന്ന പ്രകാശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Dearly beloved, the light is same for man and also for a lion. ഒരു സിംഹത്തെ സംബന്ധിച്ച് അതിന് വരുന്ന പ്രകാശവും മനുഷ്യന് വീഴുന്ന പ്രകാശവും ഒരുപോലെ തന്നെയാണ്. But how much light the lion takes it is different from a man. എന്നാൽ ഒരു മനുഷ്യൻ കണ്ണിലേക്ക് വീഴ്ത്തുവാൻ കഴിയുന്ന പ്രകാശത്തെക്കാൾ വ്യത്യസ്തമുള്ള പ്രകാശമാണ് സിംഹത്തിന്റെ കണ്ണിലേക്ക് താൻ ആകർഷിച്ചെടുക്കുന്നത്. Man can see just for a short distance. മനുഷ്യന് വളരെ കുറച്ചു ദൂരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. Lion can see like 6 to 8 times than the distance that we see normally. എന്നാൽ മനുഷ്യർ കാണുന്നതിനേക്കാൾ 6-8 മടങ്ങ് അധികം ദൂരത്തിലുള്ള കാഴ്ച അതിന് ലഭിക്കുന്നുണ്ട് സിംഹത്തിന്. So this morning time I would like to discuss how our vision should be.
ഈ രാവിലെ കാലം എങ്ങനെ ആയിരിക്കണം നമ്മുടെ ദർശനം, കാഴ്ച എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് Do we ആഗ്രഹിക്കുന്നത്. have a vision of a lion? നമുക്ക് ആ സിംഹത്തെ പോലുള്ള ദീർഘ ദർശനങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ടോ? Do we see the invisible things? കാണുവാൻ കഴിയാത്ത കാര്യങ്ങളെ കാണുവാനായിട്ടുള്ള കാഴ്ചശക്തി, ദർശനം നമുക്കുണ്ടോ? In times of difficulty, in times of discouragement, in times that when we lose motivation, നമ്മൾ നിരാശപ്പെട്ട് നിരുത്സാഹപ്പെട്ട് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ what do we see and how our sight, how is our spiritual sight? നാം ഏത് രീതിയിലുള്ള ദർശനമാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്? നമ്മുടെ ആത്മീയ ചിന്താഗതി, ദർശനം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു? So we are going to deal from the truths from the Bible from the 2 Corinthians chapter 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നിന്ന് ആത്മീയ സത്യങ്ങൾ അതിനോടനുബന്ധിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And the chapter 4 begins like this. അതിന്റെ 4-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: Therefore, having this ministry by the mercy of God, we do not lose heart. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ. And also at the end of this chapter, verse 16 also, he uses the same word, same sentence, we do not lose heart. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും നാം അതേ വാക്ക് അവിടെ കാണുന്നുണ്ട്, ഞങ്ങൾ അധൈര്യപ്പെടാതെ. In some version it says, we faint not. ചില ട്രാൻസ്ലേഷനിൽ കാണുന്ന നമ്മള് ഭയപ്പെടാതെ ഇരിക്കുക. We will not be discouraged, or we will not lose motivation. നാം അധൈര്യപ്പെട്ടു പോകരുത്, നിരുത്സാഹപ്പെട്ടു പോകരുതെന്ന് കാണുന്നു. In some translation it says, we will not give up. നാം നിരാശപ്പെട്ട് നിർത്തി ഒരു കാര്യം ചെയ്യുന്നത് നാം നിർത്തി പോകരുത്. Whatever the situation or the circumstances that we may face in, we will not give up. That is the principle Paul is saying in the chapter 4. എന്തൊക്കെ സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളോ അധൈര്യപ്പെടുത്തലുകളോ നിരുത്സാഹപ്പെടുത്തലുകളോ വന്നാൽ നാം അതിൽ മടുത്തുപോയി പിന്മാറി പോകരുത്. Dearly beloved, when difficult or unexpected things happens in our lives, first thing our heart gets discouraged. പ്രിയമുള്ളവരെ, അധൈര്യപ്പെടുന്ന, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹൃദയം സാധാരണഗതിയിൽ അതിന് അടിമപ്പെട്ടു പോകാറുണ്ട്. Here in this context, Paul is experiencing lot of opposition from the Corinth church. ഈ 4-ാം അധ്യായത്തിന്റെ ഈ സന്ദർഭത്തിൽ ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അനേക പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Paul founded this church. പൗലോസ് ഈ സഭ ഉണ്ടാകുന്ന സമയത്തുള്ളതാണ്. But after so many years the church grew. അതിന് അനേക വർഷങ്ങൾക്ക് ശേഷം സഭ വളരുവാനായിട്ടിടയായി. But also the false teaching also grew in that church. എന്നാൽ ദുരുപദേശങ്ങളും ആ സഭയിൽ ഊർന്നു കയറുവാനായിട്ടിടയായി. Many false teachers were present in the church. അനേക ദുരുപദേശകന്മാർ ആ സഭയിലേക്ക് കടന്നു വന്നു. And Paul is noticing that these teachers are not preaching the true gospel. പൗലോസ് അത് വ്യക്തമായി നോക്കുകയാണ്, ഇവര് ശരിയായ സുവിശേഷമല്ലല്ലോ പ്രസ്താവിക്കുന്നത് എന്ന്. And these apostles, they call themselves as super apostles. അവര് തങ്ങളെ തന്നെ വലിയ അപ്പോസ്തലന്മാരായിട്ട് തങ്ങളെ തന്നെ പറയുന്നു. And they are questioning the authenticity of the true nature of the apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ മാറി വരുന്നു. They are asking Paul, say, if you are a true apostle of the Lord Jesus Christ, why are you going through this much difficulty and suffering? അവര് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നീ യഥാർത്ഥ അപ്പോസ്തലനാണോ എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ നീ കടന്നു പോകുന്നത്? If you are preaching the true gospel, why you have to go through lot of opposition and lot of affliction in your life? നീ ശരിയായ അപ്പോസ്തലനാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിസന്ധികളും പ്രയാസഘട്ടങ്ങളിലൂടെ നീ ഇങ്ങനെ കടന്നു പോകുന്നത്? That's why Paul is saying, we will not lose heart, or we will not give up this ministry, because this ministry is not by our deserving credentials, but it is by the mercy of God. അവിടെ പൗലോസ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഞങ്ങൾ അധൈര്യപ്പെടാതെ അല്ലെങ്കിൽ നിരുത്സാഹപ്പെട്ടു പോകാതെ ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെയോ എന്റെയോ എന്തെങ്കിലും ഗുണം കൊണ്ടല്ല, അത് കർത്താവിന്റെ കരുണ കൊണ്ട് ലഭിച്ച ശുശ്രൂഷ ആയതുകൊണ്ടാണ്. Dearly beloved, this also is our experience also, right? പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതാനുഭവങ്ങൾ ഈ രീതിയിൽ തന്നെയാണ്, അല്ലേ? When you do
or start a ministry, നാം ഒരു ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞാൽ people will start criticizing it. നമ്മെ കുറ്റപ്പെടുത്തുവാനായിട്ടും അനേകം പേർ അതിന് മുന്നോട്ട് You വരും. have the motivation to start a good work. നമ്മെ ആ വർക്ക് തുടങ്ങുവാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ വന്ന് നമ്മൾ തുടങ്ങും. People discourage with their negative thoughts and criticism. അവരുടെ മോശമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ചുറ്റുമുള്ളവർ പിന്നെ And തുനിയും. easily we will give up. ആ രീതിയിൽ നാം പിന്നെയും നിരുത്സാഹപ്പെട്ട് മടുത്തു And we will പോകാറുണ്ട്. get discouraged and we will lose our motivation to do good works. ആ നല്ല പ്രവൃത്തി ചെയ്യുവാനായിട്ടുള്ള പ്രചോദനം നഷ്ടപ്പെട്ട് നാം നിരുത്സാഹപ്പെട്ട് മാറിപ്പോകുന്നുണ്ട്. But what Paul is saying here, എന്നാൽ പൗലോസ് ഇവിടെ എന്താണ് പറയുന്നത്? we will not give up doing the ministry because this ministry is by the mercy of God. പ്രിയമുള്ളവരെ, നാം അധൈര്യപ്പെട്ടു പോകുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ദയമുഖാന്തരമാണ്. Do we have this kind of insight, dear beloved believers? പ്രിയമുള്ളവരെ, വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ഈ രീതിയിലുള്ള ദർശനം നമുക്കുണ്ടോ? If we have a burden to do this ministry, it is just true mercies of God. ആ ഒരു ശുശ്രൂഷയുടെ ഭാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദയമുഖാന്തരമാണ് ലഭിച്ചിരിക്കുന്നത് Lot എന്നുള്ളതാണ്. of opposition can come. Lot of opposition come from outside and inside and from our families. But we should be strengthened and we should be motivated that this ministry is given by the mercy of God. ഒരുപക്ഷെ നമ്മുടെ അകത്തു നിന്നും പുറത്തു നിന്നും അനേക നിരുത്സാഹപ്പെടുത്തലുകൾ, അധൈര്യപ്പെടുത്തുന്ന വാക്കുകളൊക്കെയും നമുക്ക് ചുറ്റും കേൾക്കേണ്ടതായിട്ട് വരും. എന്നാൽ നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇത് കർത്താവിന്റെ ദയമുഖാന്തരം നമുക്ക് ലഭിച്ച ഒരു ശുശ്രൂഷയാണ്. That is why we see in verse 7 of chapter 4. അത് തന്നെയാണ് 7-ാം വാക്യത്തിൽ നാം അവിടെ കാണുന്നത്. But says, even though whatever circumstances we have this treasure in jars of clay. ആ 7-ാം വാക്യത്തിൽ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. What is this treasure we see in verse 4, 5, 6? That is the true gospel of the Lord Jesus Christ. That treasure that we have in jars of clay. പ്രിയമുള്ളവർ, ആ 4, 5, 6 വാക്യങ്ങളിൽ ഏത് കാര്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്? കർത്താവിന്റെ സുവിശേഷം മൺപാത്രങ്ങളായ നമ്മുടെ ഉള്ളിൽ അവൻ നിക്ഷേപിച്ചിരിക്കുകയാണ്. How many of you keep the treasure in jars of clay? പ്രിയമുള്ളവരെ, നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ നിധികളെ, നിക്ഷേപങ്ങളെ മൺപാത്രങ്ങൾ സൂക്ഷിക്കുന്നവരായിട്ടുണ്ട്? You will not ever keep it in a jar of clay because it is easily broken. നിങ്ങൾ ആരും തന്നെ ആ രീതിയിൽ നിക്ഷേപങ്ങളെ സൂക്ഷിക്കാനുള്ള സാധ്യതയില്ല. കാരണം അത് പെട്ടെന്ന് ഉടഞ്ഞു You പോകുന്നതാണ്. will keep it in a big steel bureau and put it in a safe and put it in a good box and keep it safe. ആ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കുന്ന അലമാരയിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ ആയിരിക്കും നമ്മൾ ഇട്ട് പൂട്ടി വെക്കുക. But God is keeping this treasure like the jars of clay to show the surpassing power belongs to God and not by us. പ്രിയമുള്ളവരെ, ദൈവം എന്നാൽ ചെയ്തിരിക്കുന്നത് ആ അത്യുന്നതമായ നിക്ഷേപം മൺപാത്രങ്ങളിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മെ കാണിച്ചു തരുവാനായിട്ട് ആക്കിയിരിക്കുകയാണ്. Why? Because in verse 8 and 9 Paul is saying, we are afflicted in every way but not crushed. പ്രിയമുള്ള 8-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. We are perplexed, we are persecuted, we are struck down. In verse 8 and 9, we are perplexed, we are persecuted, we are struck down. നമ്മൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. Even though we are afflicted, perplexed, persecuted and struck down, we are not driven to despair, we are not forsaken, we are not destroyed, we are not forsaken. Why? Because we have this treasure in the jars of clay. നാം കഷ്ടം അനുഭവിക്കുന്നവരാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്, ഉപദ്രവം അനുഭവിക്കുന്നവരാണ്, വീണ് കിടക്കുന്നവരാണ്. എന്നാൽ തന്നെയും നമ്മെ അവൻ ഇടുക്കമുള്ളവരാക്കി ഇടുന്നില്ല, നിരാശപ്പെടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല, നാം നശിച്ചു പോകുന്നില്ല. കാരണം ഈ വലിയ നിക്ഷേപം മൺപാത്രമായ നമ്മിൽ അവൻ സൂക്ഷിച്ചിരിക്കുന്നു. There is a gospel today in our Christian world. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ ഒരു സുവിശേഷമുണ്ട്. They say if you accept this gospel, there will be no affliction, there will be no persecution, there will be no perplexion, everything will be smooth. നിങ്ങൾ ഈ സുവിശേഷം സ്വീകരിക്കുകയാണെങ്കിൽ യാതൊരുവിധ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന തരത്തിൽ. But the Bible says, if you have this treasure, we will be afflicted and hard pressed in every way.
എന്നാൽ ബൈബിൾ പറയുന്ന സുവിശേഷം എന്ന് പറയുന്നത് നീ ഈ സുവിശേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. But what is the guarantee that we have? എന്നാൽ എന്താണ് നമുക്ക് ദൈവം നൽകുന്ന ഉറപ്പ് എന്നറിയാമോ? Even though we are hard pressed, we will not be crushed. പ്രിയമുള്ളവരെ, നമ്മെ അത്രയും ബുദ്ധിമുട്ടിലൂടെ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും നാം ഒരിക്കലും നശിച്ചു പോകുകയില്ല. Persecution can come, but we will not be forsaken. എന്നാൽ നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരും, എന്നാൽ നമ്മെ അവൻ കൈവിട്ട് കളയത്തില്ല. We will be struck down or fall down, but we will not be destroyed. നാം ഒരുപക്ഷെ വീണ് കിടക്കുന്ന അവസരം ഉണ്ടാവും, എന്നാൽ നാം നശിച്ചു പോകത്തില്ല. That is the glorious nature of the gospel that God has put us in our bodies. അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ വലിയ സുവിശേഷം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. That is why Paul is saying in verse 10. അത് തന്നെയാണ് 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. We always, not sometimes or not in some occasion, always carrying in the body the death of Jesus, so that the life of Jesus may also be manifested in our bodies. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. It is not saying we are carrying the blessings or the prosperity of Jesus so that you will have life or the manifestation of life will be given to others. പ്രിയമുള്ളവരെ, കർത്താവിന്റെ അനുഗ്രഹങ്ങളോ അവന്റെ മഹത്വമോ നമ്മൾ ശരീരത്തിൽ വഹിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന സാക്ഷീകരിക്കുന്ന രീതിയിലാകുമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. Paul is saying the death of Jesus we are carrying. യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. The പറയുന്നത്. original language, death is not just a single moment, point event. ഇതിന്റെ ഒറിജിനൽ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന മരണം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ചല്ല. It denotes a daily suffering that we experience. അത് ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ചാണ് ആ വാക്ക് പരാമർശിക്കുന്നത്. In the present tense, we are carrying that suffering of the Lord Jesus Christ. പൗലോസ് പ്രസന്റ് ടെൻസിൽ തന്നെ വർത്തമാനകാലത്തിൽ അത് പറയുകയാണ്, ഞങ്ങൾ ആ മരണം ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന്. Through that, the life of Jesus is manifested. That aroma, that fragrance is spread everywhere. Because we are carrying that suffering of the Lord Jesus Christ. ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം മരണം നാം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നത് മുഖാന്തരം അതിലൂടെ വരുന്ന ആ സൗരഭ്യവാസന അതിലൂടെ പുറത്തേക്ക് വരുന്നു. What is that result? Verse 12 goes on like this. അതിന്റെ 12-ാം വാക്യം നാം നോക്കുമ്പോൾ, death is at work in us, but life in you. അങ്ങനെ ഞങ്ങൾ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. That means suffering that we experience will bring life to you. ഞങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടത മുഖാന്തരമായിട്ട് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളിൽ അത് ജീവനായിട്ട് പരിണമിക്കുകയാണ്. Dearly beloved, it is not the blessings of the Lord Jesus Christ, the prosperity or the material things bringing life to others. It is mainly through the death and the sufferings that we experience for God's name's sake that we bring life to others. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഏതെങ്കിലും അനുഗ്രഹങ്ങളോ ഭൗതികമായ വസ്തുക്കളോ കാര്യങ്ങളോ അല്ല ദൈവത്തിന് മറ്റുള്ളവരിലേക്ക് ജീവൻ പകരുന്നത്, മറിച്ച് കർത്താവിന്റെ മരണവുമാണ് അവന്റെ കഷ്ടതയുമാണ് മറ്റുള്ളവരിലേക്ക് ജീവൻ പാകമാകുവാൻ അല്ലെങ്കിൽ പരിവർത്തിക്കുവാനായിട്ട് ഇടയാക്കി മാറ്റുന്നത്. Imagine when you are motivated, നിങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുന്ന സമയത്ത് we will be motivated when you hear a life of a missionary. നമ്മള് ഒരു മിഷണറിയുടെ ജീവിതാനുഭവം നാം കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രചോദിക്കപ്പെടും. A very luxurious life in England or in America, coming to the remotest part in the villages, suffering without any food, without any water, having malaria. That suffering, when you hear that story, it brings life in us. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും നല്ല സാഹചര്യങ്ങളിൽ വളർന്നു ജീവിക്കാമായിരുന്ന ആ മനുഷ്യൻ വലിയ ചെറിയ ഗ്രാമങ്ങളിലേക്ക് വന്ന് വലിയ കഷ്ടതയിലൂടെ കടന്നുപോയി മലേറിയ പോലുള്ള അസുഖങ്ങളൊക്കെ പിടിച്ചു മരിച്ചു എന്നുള്ള ആ ജീവചരിത്രം നാം വായിക്കുമ്പോഴാണ് നമ്മളിൽ ആ ജീവനും അല്ലെങ്കിൽ ആവേശവും പ്രചോദനവും നമുക്ക് ഉണ്ടാകുന്നത്. That is why Paul is saying the sufferings that I experience right now is bringing more life to you believers as you hear my life and as you witness my life. അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറയുന്നത്, എന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം തന്നെ നിങ്ങളിൽ അത് ജീവനായിട്ട് പരിണമിക്കുകയാണ്. And verse 13-14 of the chapter 4 it says like this. 13-14 വാക്യങ്ങൾ 4-13-14 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. Read it in Malayalam, please. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ
ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. He who raised the Lord Jesus will raise us with Jesus and bring us with you into his presence. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും നിങ്ങളെയും ഉയർപ്പിച്ച് അവന്റെ സന്നിധിയിൽ അവൻ നിർത്തുന്നു. He is talking about the power of resurrection. അവൻ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ കുറിച്ച് അവിടെ സംസാരിക്കുന്നു. The greatest power the world has ever known is not an atomic power or a nuclear power. ഈ ലോകത്തിൽ അറിയുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആണവ ശക്തിയാണ്. It is not the atomic or the nuclear power. അല്ലെങ്കിൽ ആണവ ശക്തിയല്ല. The greatest power is the power of resurrection. അതിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ഈ ലോകത്തിലെ അത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. Making a dead person to come alive. മരിച്ച ഒരു മനുഷ്യനെ ജീവനുള്ള ദേഹിയായിട്ട് അവൻ മാറ്റുകയാണ്. There is no science or any scientist can make a dead person to come alive. ഒരു ശാസ്ത്രത്തിനോ ഒരു ശാസ്ത്രജ്ഞനോ ഒരു മരിച്ച് മൺമറഞ്ഞു പോയ മനുഷ്യനെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കത്തില്ല. But God has given that power of his resurrection that we see in Philippians chapter 3 verse 10. ഫിലിപ്പിയ ലേഖനം 3:10 കർത്താവ് ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. That I may know him and the power of his resurrection. അവിടെ പറയുന്നുണ്ട് കർത്താവിനെ അറിയുന്നതിന് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ നാം പ്രാപിക്കുന്നതിനെ കുറിച്ച്. Not only the power of his resurrection, but it says and may share his sufferings, so becoming like him in his death. ആ 11-ാം വാക്യം അവന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് മാത്രമല്ല, 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. The power of his resurrection and the share of his suffering goes together. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി മാത്രമല്ല, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും നമുക്ക് അനുഭവിക്കേണ്ടതിന് വെച്ചിരിക്കുന്നു. Why? എന്തുകൊണ്ട്? Verse 15. 15-ാം വാക്യം, It is all for your sake. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പൗലോസ് Whatever പറയുന്നു. sufferings I go through, it is for the blessing of your life. ഞാൻ ഏതൊക്കെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നോ അതെല്ലാം എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് It is വേണ്ടിയിട്ടാണ്. all for your sake, so that as grace extends to more and more people, it may increase thanksgiving to the glory of God. Verse 15. 15-ാം വാക്യത്തിൽ കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. Dearly beloved, whatever suffering that you go through, it is not in vain. പ്രിയമുള്ളവരെ, ഏതൊക്കെ കഷ്ടതയിലും പ്രയാസത്തിലുമാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് ആയിക്കോട്ടെ. Oh, you may think that this suffering is waste and nobody is noticing. I am all alone. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ ആ കഷ്ടത മുഴുവനും നിരാശയിലായി പോയി, ഞാൻ നശിച്ചു പോയി എന്ന രീതിയിൽ ചിന്തിക്കരുത്. It is all for other people's blessing. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അത് It നടക്കുന്നത്. gives grace to more and more people. അത് മറ്റു പലരിലേക്കും അത് കൃപമേൽ കൃപ വ്യാപരിക്കുവാനായിട്ട് It will ഇടയാക്കി lead തീർന്നു. into great thanksgiving. അത് മറ്റുള്ളവരിലേക്ക് സ്തോത്രം വർദ്ധിപ്പിക്കുന്നതിന് At കാരണമായി last തീരും. it brings the glory of God. അത് അവസാനമായിട്ട് ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരും. That is why Paul is saying we have this gospel as treasure in the jars of clay. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആ ദൈവ കർത്താവിന്റെ സുവിശേഷം മൺപാത്രങ്ങളായ ഞങ്ങളിൽ ഇരിക്കുന്നു എന്ന്. To show the surpassing power belongs to Christ and not to us. പ്രിയമുള്ളവർ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആ അത്യന്ത ശക്തി ഞങ്ങളിൽ വ്യാപരിക്കുന്നു. അത് ഞങ്ങളുടെ അല്ല, അത് കർത്താവിന്റെ ശക്തിയാണ്. And verse 1 says we do not lose heart, and the same terminology we see in verse 16. So we do not lose heart again. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഇരിക്കുന്നു. അതേ വാക്യം തന്നെ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ. So there is a repetition of the same statement here. Verse 1, do not lose heart, and verse 16 also says we do not lose heart again. 1-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ അതുകൊണ്ട് അധൈര്യപ്പെടുന്നില്ല, 16-ാം വാക്യത്തിൽ അതേ വാക്ക് തന്നെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതിരിക്കുന്നു. And Paul is stressing, is revealing 3 secrets how not to lose heart in verse 16 and verse 17 and verse 18. എങ്ങനെ നമ്മൾ അധൈര്യപ്പെടാതിരിക്കുന്നു എന്നതിന്റെ ആ ഒരു രഹസ്യം ആ 3 താഴോട്ടുള്ള 16, 17, 18 വാക്യങ്ങളിലായിട്ട് താൻ പറഞ്ഞു വരികയാണ്. In verse 16 and 17 and 18, Paul is saying how to have that longer vision,
how to focus on the invisible things. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ നമുക്ക് ദീർഘദർശനമുള്ളതായി ദൂരെയുള്ള കാര്യങ്ങളെ, കാണാൻ കഴിയാത്ത കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയുമെന്നതിനെ കുറിച്ച് താൻ പറയുന്നു. So Paul is mentioning 3 secrets how not to give up. നാം നിരാശപ്പെട്ട് മടുത്തു പോകാതിരിക്കുവാനായിട്ടുള്ള 3 കാരണങ്ങൾ താൻ അവിടെ നിരത്തുകയാണ്. If we apply these 3 secrets in our lives, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികമാക്കുകയാണെങ്കിൽ, if we practically apply this theology that we saw earlier, Paul is coming to a practical application in 6, 17 and 18. നാം ആരംഭഘട്ടത്തിൽ വായിച്ച ആ ദൈവശാസ്ത്രത്തിന്റെ പ്രായോഗികമായ വശം ഈ 3 വാക്യങ്ങളിലാണ് താൻ പറഞ്ഞു വരുന്നത്. And what the first secret is verse 16. അതിന്റെ ആദ്യത്തെ രഹസ്യം എന്ന് പറയുന്നത് 16-ാമത്തെ വാക്യം. Though our outer self is wasting away, our inner self is being renewed day by day. ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. Normally the normal people, those who do not know the Lord, their vision is very normal and just see their outer self. നാം സാധാരണ ഈ ലോകത്തിലുള്ള മനുഷ്യരെ നാം നോക്കുകയാണെങ്കിൽ അവർക്ക് ചെറിയ ഹ്രസ്വമായ ദൃഷ്ടി മാത്രമേ അവർക്കുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ അവർ കാണുവാനായിട്ട് കഴിവുള്ളൂ. They see their outer physical body. അവർ പുറമേയുള്ള കാര്യങ്ങളോ നമ്മുടെ ശാരീരികമായ കാര്യങ്ങളോ മാത്രമേ അവർ കാണുന്നുള്ളൂ. They want to maintain their health and body image with all their makeups and by going to gym and exercise. അവർ തങ്ങളുടെ ശരീരങ്ങളെ ഏറ്റവും ആരോഗ്യമുള്ളതായി, വൃത്തിയുള്ളതായി, മേക്കപ്പ് ഒക്കെ ഇട്ട് എത്രയും സൗന്ദര്യമുള്ളതായി സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. They want to portray their outer self as a perfect image. അവരുടെ പുറമേയുള്ള ആ മനുഷ്യന്റെ രൂപം അവർ ഏറ്റവും നല്ലതായിട്ട്, കുറവില്ലാതായിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. That is all the normal vision everyday people do. That is a normal vision, seeing the outer self. അത് തന്നെയാണ് ലോകത്തിലെ എല്ലാവർക്കും ഉള്ള ആ ഒരു ദർശനം എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്കുള്ളത്. But Paul is saying here, outer self is wasting away. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നതിന് ആ പുറമേയുള്ള കാര്യം നശിച്ചു പോകുന്നു. But he is contrasting the outer self with the inner self. അതിനെ വിരുദ്ധമായിട്ട് താൻ തന്റെ അകമയുള്ള കാര്യത്തെ കുറിച്ച് അവൻ പറയുകയാണ്. Inner self is being renewed day by day. ആ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. Dearly beloved, once we are born, our body starts to die. നമുക്ക് എല്ലാവർക്കും അറിയാം, നാം ഒരു ദിവസം നാം ജനിച്ചു കഴിയുന്ന അന്ന് മുതൽ നമ്മുടെ ശരീരം മരിച്ചുകൊണ്ടിരിക്കുക. When we born, our death day is fixed. നാം ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണ ദിവസവും അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. I'm also getting old. ഞാനും അതിൽ ഉൾപ്പെട്ട വ്യക്തി തന്നെയാണ്. My hairs are getting gray more and more. സഹോദരന്റെ ഈ മുടികൾ നരച്ചു വരുന്നു. When I get married, I had only 2 gray hairs. സഹോദരന് വിവാഹം കഴിച്ച സമയത്ത് 2 നരച്ചുമുടി മാത്രമേ ഉള്ളൂ. But now when I see in the mirror, I have my wife says more than 1,000. സഹോദരന്റെ ഭാര്യ അത് എണ്ണി നോക്കിയപ്പോ 1000-ലധികം ഉണ്ടെന്ന് തോന്നുന്നു. But I would say just 10 hairs are white. She will say more is getting hair. എന്നാൽ സഹോദരൻ അത് സംഭവിച്ചു കൊടുക്കാതെ 10 കുറച്ചേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. But as we get old, our physical bodies are also getting weaker. നമ്മുടെ ശാരീരികത്തിന്റെ അവസ്ഥ എപ്പോഴും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. So we need to take care of ourselves, physical bodies. നമ്മുടെ ശരീരത്തിനെ നാം തീർച്ചയായിട്ടും സൂക്ഷിക്കണം. We have to eat healthy. നാം ഏറ്റവും ആരോഗ്യപ്രദമായ ആഹാരം കഴിക്കണം. Do some physical exercise. നാം അതിന് ചേർന്ന അഭ്യാസങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. നമ്മൾ അതിനോട് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യണം. That is what Paul is saying in 1 Timothy 4:8. 1 തീമോഥെയോസ് 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. What Paul is saying about the physical body or the bodily training. തന്നെ 4-ാം വാക്യത്തിൽ 1 Timothy 4:8. 8-ാം വാക്യം. Bodily training is of some value. ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ. Paul is not saying looking after your body is no value. Paul is saying looking after your body is have some value. പൗലോസ് അവിടെ ഒരിക്കലും തന്റെ ശരീരം ഒരിക്കലും പ്രയോജനമുള്ളതല്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, അതിനൊരു മൂല്യം കൽപ്പിക്കുന്നുണ്ട് താൻ അവിടെ. Paul is not saying neglect your body and just focus on the spiritual things. തന്നെ നിങ്ങളുടെ ശരീരങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ഒന്നും നോക്കണ്ട, അതിനൊന്നും പരിഗണിക്കാതെ അകമയുള്ളതിനെ മാത്രം നോക്കിയാൽ മതി എന്നൊന്നും പറയുന്നില്ല. But Paul is saying bodily training is of some value, but godliness is of value in every way, because it holds promise for the present life and also for the life to come. ഇവിടെ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ,
ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നവന്റെയും വാക്തത്വമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. Dearly beloved, what do we see? പ്രിയമുള്ളവരെ, നാം എന്താണ് കാണുന്നത്? Are we seeing like the lion, the longer vision, the inner self that God has given to us? ആ സിംഹം കാണുന്ന പോലെയുള്ള ആ ദീർഘദർശനം നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യന് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടോ? Or we have a normal sight, just seeing our body and our health and what the physical body offers to us? അതോ നമ്മുടെ ശാരീരികമായ പുറമേ കാണുന്ന ആ കാര്യങ്ങൾ മാത്രമാണോ നാം പ്രാധാന്യവും നമ്മുടെ ദർശനവും ആയിരിക്കുന്നത്? If we are more focused on the physical bodies, we will give up very easily. നാം അതിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നാം തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മടുത്തു നിരാശപ്പെട്ടു പോകാൻ How much സാധ്യതയുണ്ട്. focus we are putting for our physical bodies these days? ഈ കാലയളവിൽ നാം എത്രത്തോളം പ്രാധാന്യമാണ് ഈ ഭൗതികമായ അല്ലെങ്കിൽ ശരീരത്തിന്, നാം പുറമേയുള്ള ശരീരത്തിന് How നൽകുന്നത്? much money we are putting for our maintaining our physical bodies? എത്ര തന്നെ സമ്പത്താണ് ആ ഒരു കാര്യം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാം But ചെലവാക്കുന്നത്? Paul is saying, he says, concentrate on your inner self. എന്നാൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ അകമയുള്ള മനുഷ്യനിലേക്ക് കൊണ്ടുവരിക. Paul says the inner man should be stronger day by day. പൗലോസ് പറയാണ്, നിങ്ങൾ അകമയുള്ള മനുഷ്യൻ അനുദിനം പുതുക്കം പ്രാപിച്ചു വരുന്നു. Dearly beloved, how is our inner man? പ്രിയ സഹോദര സഹോദരന്മാരെ, നമ്മുടെ അകമയുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കുന്നു? Are we concentrating focus on our inner man? നമ്മുടെ അകമയുള്ള മനുഷ്യനെ കുറിച്ച് നാം ശ്രദ്ധാലുക്കളാണോ? Is our inner self stronger? നമ്മുടെ അകമയുള്ള മനുഷ്യൻ ആരോഗ്യമുള്ളവനാണോ? Imagine, even though some small mistake if some make while driving or some cut off, how much anger it produces in us. നാം വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ആരെങ്കിലും അതിനെ ക്രോസ് ചെയ്യുക, തെറ്റായ രീതിയിൽ അതിനെ ട്രാഫിക് നിയമം തെറ്റിച്ചോലം വരികയാണെങ്കിൽ നാം എന്തുമാത്രം ദേഷ്യപ്പെടും. In our family relationship, if something happens or unexpected things happens, we get angry so much. നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ആ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ വരുമ്പോൾ നാം എന്തുമാത്രം ദേഷ്യപ്പെടും. Because our inner self is so weak, we cannot tolerate anything. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ അകമയുള്ള മനുഷ്യൻ വളരെ ബലഹീനനാണ്. അതുകൊണ്ട് ഇതൊന്നും സഹിക്കുവാനായിട്ട് പാകത്തിലുള്ളതല്ലാതെ. But Paul is saying in Ephesians 3:10 that our inner man should be strengthened with the power through his spirit in our inner being. Verse 3 verse 16, chapter 3 verse 16. എഫെസ്യലേഖനം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നമ്മുടെ അകമയുള്ള മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തി തന്റെ ആത്മാവിനാൽ പ്രാപിച്ചു പുതുക്കമുള്ളതായി ശക്തിയുള്ളതായി മാറണമെന്നാണ്. Dearly beloved, if you want to focus if you want to never give up in our lives or not to lose hope or not to lose heart, the first secret that we need to obey is to have a sight or focus on our inner self more than the outer self. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ നാം മടുത്തു പോകാതെ നിരുത്സാഹപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ അകമയുള്ള മനുഷ്യനിലേക്ക് വരുന്നു. അത് അനുദിനം പുതുക്കം പ്രാപിക്കുന്നതായിട്ട് മാറണം. Our physical bodies are destroyed or wasting away every day, but our inner man should get stronger and stronger day by day by feeding the word, by praying, by having the fellowship with the church believers. പ്രിയമുള്ളവരെ, നമ്മുടെ പുറമേയുള്ള ശരീരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അകമയുള്ള ശരീരത്തെ നാം ബലമുള്ളതായി ആരോഗ്യമുള്ളതായി നിലനിർത്തൽ അനുദിനം അത് ആരോഗ്യം വർദ്ധിപ്പിക്കണം. വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവിക വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ. And the Paul is mentioning the second secret in verse 17. അതിന്റെ 17-ാം വാക്യത്തിൽ രണ്ടാമത്തെ രഹസ്യം താൻ പറയുകയാണ്. First secret is focus on the inner man than the outer man. ആദ്യത്തെ രഹസ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അകമയുള്ള മനുഷ്യനിലായിരിക്കണം, പുറമേയുള്ള മനുഷ്യനേക്കാൾ ഉപരിയായിട്ട്. And the second secret Paul is mentioning in verse 17, focus on God's glory than the present day affliction. പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ നമുക്ക് നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ തേജസ്സിന്റെ ആ നിത്യഘനത്തെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വേണം. Paul is contrasting the affliction to glory. പൗലോസ് ഇങ്ങനെ താരതമ്യം ചെയ്യുവാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയും കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെയും വെച്ചുകൊണ്ട്. Paul is mentioning his affliction as light. തന്റെ കഷ്ടങ്ങളെ ഒരു പ്രകാശമായിട്ട് കാണുന്നുവെങ്കിൽ, Paul is seeing his affliction as light and momentary, just for a moment. തന്റെ ജീവിതത്തിലെ ആ കഷ്ടത എന്ന് പറയുന്നത് നൊടി നേരത്തേക്കുള്ളതാണ്, ചെറിയ അല്ലെങ്കിൽ ലഘുവായ കഷ്ടമായിട്ട് താൻ കാണുന്നു. Is he telling a lie? അവൻ കള്ളം പറയുകയാണോ? What type of affliction Paul went through?
അവൻ കടന്നുപോയ കഷ്ടതകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. Do you know what are the list of suffering he had when he was in prison? അവൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ അനുഭവിച്ച കഷ്ടതയെ കുറിച്ച് നാം കാണുന്നു. We see in 2 Corinthians chapter 11. 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. Verse 23. 23 വാക്യം. You can read it in my ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിപൂർവമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കവിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. Here we see how much suffering Paul went through. ഇവിടെ നാം കാണുന്ന പൗലോസ് കടന്നുപോയ ആ കഷ്ടതകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ നിരത്തുന്നത്. How many of you have suffered more than Paul here? ഇവിടെ പൗലോസ് പറഞ്ഞ ലിസ്റ്റിലുള്ളതിനേക്കാൾ കൂടുതൽ കഷ്ടത അനുഭവിച്ച വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? How many of you had last time I had no money to buy the food. I was hungry for the last 3 or 4 days. എത്ര പേർക്ക് പറയാനുണ്ട് ഞാൻ 3-4 ദിവസമായിട്ട് ആഹാരത്തിനായിട്ട് പണമില്ലാതെ ഞാൻ പട്ടിണിയിലായിരിക്കുന്നു എന്ന്? Here we see hunger, thirst, beaten with rods, 40 lashes 5 times, and robbers and dangers in the river. So much sufferings. താൻ അനേക കഷ്ടതയിലൂടെ, അടിയും പട്ടിണിയും നഗ്നത ഉറക്കുളപ്പ്, ഇങ്ങനെ അനേക കഷ്ടതയിലൂടെ താൻ കടന്നുപോയതായിട്ട് നാം അവിടെ വായിക്കുന്നു. But Paul is describing this affliction as very light. എന്നാൽ പൗലോസ് ഇവിടെ തന്റെ കഷ്ടതയെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നത് അത് വളരെ ലഘുവായ കഷ്ടമാണ്. If I am there, ഞാൻ അവിടെ ആ സ്ഥാനത്താണെങ്കിൽ I would say, oh, my suffering is so hard and very much so much suffering I am going through. ഞാൻ പറയുമായിരുന്നു ഞാൻ അനുഭവിക്കുന്ന കഷ്ടം എന്ന് പറയുന്നത് എത്രയോ വലിയ കഷ്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. Is Paul saying a lie here in this verse? ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നത് കളവായ കാര്യമാണോ? I don't think so. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. Because he is describing his affliction as light, because he is comparing his affliction to the glory that God is preparing right now in the present. അത് കളവാണെന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. അതിന് കാരണം എന്ന് പറയുന്നത് തന്റെ ഈ ലോകത്തിലെ കഷ്ടത എന്ന് പറയുന്നത് താൻ താരതമ്യം ചെയ്യുന്നത് ആ ദൈവത്തിന്റെ വലിയ അത്യന്തകലമായിട്ടുള്ള ദൈവത്തിന്റെ മഹത്വത്തെ വെച്ചുകൊണ്ടാണ് താൻ അതിനെ താരതമ്യം ചെയ്യുന്നത്. Contrasting the light versus glory. ആ ലഘുവായ കഷ്ടത്തെ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ മഹത്വത്തെ വെച്ചുകൊണ്ടാണ് താൻ താരതമ്യം ചെയ്യുന്നത്. Glory means heavy or kavad is the real meaning. അതിന്റെ വലിയ അത്യന്ത ഘനമുള്ള ഒരു മഹത്വത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. Glory means weight or heavy. അത് മഹത്വം എന്ന് പറയുന്നത് അതിനെ ഒരു ഭാരം എന്നുള്ള രീതിയിലാണ് താൻ അവിടെ താരതമ്യം ചെയ്യുന്നത്. And he is describing that glory as a heavy one, eternal one that is beyond all comprehension. അത് നിത്യഘനമാണ്, അത് വളരെ ഭാരമുള്ളതാണ്, അത് നിത്യതയോളം നിലനിൽക്കുന്ന നമുക്ക് ചുറ്റിക്കുവാൻ കഴിയാത്ത രീതിയിൽ അത്രയും വലിയ വലിപ്പമുള്ളതാണ്. My afflictions are so light when compared to that glory. എന്നാൽ എന്റെ കഷ്ടത എന്ന് പറയുന്നത് വളരെ ലഘുവാണ്. കാരണം എന്ന് പറയുന്നത് ആ വലിയ ഘനത്തോടുകൂടി ദൈവത്തിന്റെ മഹത്വത്തോടാണ് ഞാൻ അത് താരതമ്യം ചെയ്യുന്നത്. Seeing in the light of eternity. ആ നിത്യതയോട് താരതമ്യം അത് ചെയ്യുമ്പോൾ അത് വളരെ ലഘുവാണ്. This suffering that I am experiencing, it is just for a moment of time. ഞാൻ അനുഭവിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത് വളരെ നൊടിനേരത്തേക്കുള്ള കഷ്ടതയാണ്. Can you imagine the suffering that you thought 6 months back or 1 year back or 3 months back, oh, this is going to be life changing, how I am going to overcome? നാം 6 മാസമോ അല്ലെങ്കിൽ 4 മാസമോ കുറച്ചു നാൾ മുമ്പുള്ള നമ്മുടെ ജീവിതത്തിലൂടെ കഷ്ടതകളെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് ഞാൻ ഇതോടുകൂടി തീരാനായിട്ട് പോവാണ്, എല്ലാം തീർന്നു എന്നുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. Now you don't remember that suffering. ഒരുപക്ഷെ നമ്മൾ അതൊന്നും ഓർമ്മിക്കാൻ പോലും ഇപ്പൊ സമയം കിട്ടുന്നില്ല. Afflictions are just for a moment or for a time being. ആ കഷ്ടതകൾ എന്ന് പറയുന്നത് വളരെ ലഘുവായതാണ്, ചില നേരത്തേക്ക് മാത്രമുള്ളതാണ്. Then this affliction will be light if you compare with that glory that God is
not in the future, it is in the present tense. He is preparing. That is present right now. താൻ തന്റെ ആ കഷ്ടതകൾ ലഘുവാണെന്ന് പറയുന്നതിന് കാരണം ആ വലിയ ദൈവത്തിന്റെ മഹത്വത്തോട് താരതമ്യം ചെയ്യുകയും അത് ആ വർത്തമാന കാലത്തിൽ താൻ അതിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് താൻ അവിടെ പറയുന്നത്. It is like having a scale, putting one side one problem and his affliction, the other side God's glory that God is preparing right now. നാം ഒരു അളവുകോൽ വെച്ചിട്ട് അതിന് ഒരു ഭാഗത്ത് നമ്മുടെ ചെറിയ ലഘുവായ കഷ്ടങ്ങൾ വെച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്ത് നമ്മെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ വലിയ ഘനത്തിലേക്ക് മഹത്വത്തിലേക്ക് ദൈവം നമ്മെ ഒരുക്കുന്നതിനെ കുറിച്ച് താൻ താരതമ്യം ചെയ്യുന്നു. One side that affliction is so light that another weight is beyond comprehension. It is going so down. നമ്മുടെ ആ വലിയ ഘനം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ആ തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Dearly beloved, let us never give up. Let us never get discouraged by all the problems that we face right now. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നാം നിരാശപ്പെട്ട് മടുത്തു പോകുവാനായിട്ട് ഇടയാകരുത്. പ്രിയമുള്ളവരെ, go through a lot of suffering right now. I don't know. ഒരുപക്ഷെ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടിലൂടെയും പ്രയാസങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, എനിക്ക് അറിയത്തില്ല. God is not say, okay, suffering is good, so seek suffering. But God sometimes allow suffering in his own timing. ദൈവം പറയാണ്, നീ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്, നീ കഷ്ടത അന്വേഷിച്ചു വയ്ക്കോ, ദൈവം നിന്നെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അതിലൂടെ കടന്നു പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അനുവദിക്കുന്നു ചില സമയങ്ങളിൽ. Sometimes God's according to his will, he may allow it. Don't seek for suffering, don't inflict suffering on your own, but sometimes God allows in his sovereign will. ദൈവത്തിന്റെ വലിയ ഹിതപ്രകാരം ദൈവം ഒരുപക്ഷെ ചില കഷ്ടതയിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ട്. നാം അതിന് തേടിപ്പോവുക അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിച്ചു അങ്ങനെ രീതിയിലാകേണ്ട ആവശ്യമില്ല. But in that time, how do you see that problems, that affliction? എന്നാൽ നിങ്ങൾ ആ സമയത്തുള്ള നിങ്ങളുടെ ആ ബുദ്ധിമുട്ടേറിയ കഷ്ടതയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. How are you responding to that suffering? ആ കഷ്ടതയിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? How do you see that suffering as a light one? നിങ്ങൾ ഏത് രീതിയിലാണ് ആ കഷ്ടതയെ ലഘുവായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുന്നത്? Do I see that affliction as a momentary one? ഞാൻ അതിനെ ചെറിയ നൈമിഷികമായ സമയങ്ങളിൽ മാത്രമുള്ള കഷ്ടമായിട്ട് കാണുന്നുണ്ടോ? Do I have a longer vision of seeing God's glory that God is preparing right now beyond all comprehension, that is going to be eternal, that is going to be very heavy glory God is preparing right now? Do my focus is on that? അതോ നമ്മുടെ നൈമിഷികമായ ആ കഷ്ടതകളെ ദൂരേക്ക് നോക്കിക്കൊണ്ട് ആ നിത്യതയിലുള്ള അത്യന്ത ഘനത്തെ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് നമ്മുടെ ദർശനങ്ങൾ മാറ്റുവാനായിട്ട് നാം ശ്രമിക്കുന്നുള്ളൂ. The second secret Paul is mentioning here is focus on God's glory that God is preparing for us rather than the affliction that is present before us. രണ്ടാമത്തെ രഹസ്യമായിട്ട് താൻ അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളെയും ദൈവം നിത്യതയിൽ തരുവാനായിട്ട് പോകുന്ന ആ നിത്യകാലത്തിന്റെ തേജസ്സിന്റെ നിത്യകാലത്തെ വെച്ച് താരതമ്യം ചെയ്യുക. And the third secret we see in verse 18. അതിന്റെ മൂന്നാമത്തെ കാര്യം 18-ാം വാക്യത്തിൽ താൻ പറയുന്നു. 18 says, like we look not to the things that are seen, but to the things that are unseen. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. What are the things that we see? നാം എന്തൊക്കെ കാര്യങ്ങളാണ് നാം കാണുന്നത്? We see material things. നാം ഭൗതികമായ കാര്യങ്ങൾ നാം കാണുന്നു. Yeah, material things, we need it. ഭൗതിക കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. We need a house to stay. നമുക്കൊരു ഭവനം താമസിക്കുവാനായിട്ട് ആവശ്യമാണ്. We need physical things like a physical hall that we can gather. നമുക്കൊരു ഭൗതികമായ ഒരു കെട്ടിടം ആവശ്യമാണ്. നമുക്ക് കൂടി വരുന്നതിന് വേണ്ടി ഒരു കെട്ടിടം ആവശ്യമാണ്. God does not say all the physical things are bad, we should reject it, we denounce it, and we should not own it. നമുക്ക് ആ ഭൗതിക കാര്യങ്ങളെല്ലാം മോശമാണ്, അതൊന്നും നമുക്ക് പ്രാപിക്കുവാനോ സ്വന്തമാക്കാനോ പാടില്ല എന്ന അർത്ഥത്തിലൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. But are we focusing our eyes just on the material things? എന്നാൽ നമ്മുടെ ദർശനവും നമ്മുടെ കേന്ദ്ര ശ്രദ്ധയും എന്ന് പറയുന്നത് അത് ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിലേക്കാണോ നമ്മുടെ ശ്രദ്ധ മാത്രം പോകുന്നത്? Or we focus on the things that are unseen? അതോ നമ്മുടെ കാണാത്ത കാര്യങ്ങളിലേക്കാണോ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? What are the things that are unseen? എന്തൊക്കെ കാര്യങ്ങളാണ് കാണുവാനായിട്ട് കഴിയാത്തത്? People can easily, the physical things, the education, the money, the prosperity, all the things people can easily see. മനുഷ്യർക്ക് കാണുവാൻ കഴിയുന്നതാണ് നമ്മുടെ സമ്പത്ത്, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ മറ്റു വസ്തുവകളൊക്കെയും മറ്റുള്ള ആൾക്കാർ കാണുവാനായിട്ട് കഴിയും. But here Paul is saying, we look not to the things that are seen,
but to the things that are unseen. ഇവിടെ പൗലോസ് പറയുന്നത് കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. Unseen things are the fruit of the Spirit. ആ കാണാത്ത കാര്യം എന്ന് പറയുന്നത് അത് ആത്മാവിന്റെ ഫലങ്ങളാണ്. God is producing joy, peace, love, faith in us, self-control, gentleness, patience, all the things that are unseen. പ്രിയമുള്ള ആത്മാവിന്റെ ഫലങ്ങളായിട്ടുള്ള സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം, ഇങ്ങനെയുള്ള ആത്മാവിന്റെ ഫലങ്ങളെയാണ് ആ കാണാത്ത കാര്യങ്ങളായിട്ട് പറയുന്നത്. Dearly beloved, those are the things are more precious than those are the material things. പ്രിയമുള്ളവരെ, ഈ ഫലങ്ങളാണ്, ആത്മാവിന്റെ ഫലങ്ങളാണ് ഈ ഭൗതികമായ വസ്തുക്കളെക്കാളും ഏറ്റവും മൂല്യമുള്ളത്. What is more precious than the bank balance that you have is the faith that you have in the Lord Jesus Christ. പ്രിയമുള്ളവരെ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ആ സമ്പത്തിനേക്കാൾ എത്രയോ മൂല്യമുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. Many times these material things blind us and help us not to see things that are unseen. പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ ഭൗതിക കാര്യങ്ങൾ നമ്മുടെ ആ ആത്മീയമായ വശങ്ങളെ കാണുവാൻ കഴിയാതെ നമ്മുടെ ദർശനങ്ങളെ കുരുടാക്കി മാറ്റുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. That is why we are not growing spiritually. അതുകൊണ്ടാണ് നാം ആത്മീയമായി നമുക്ക് വളരുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്. We are more worried about the material possessions. നാം നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ സ്വന്തമാക്കുവാനായിട്ടുള്ളതിനെ കുറിച്ച് മാത്രം നാം ചിന്തിച്ചു പോകുന്നു. I am more worried about my education of my children. എന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ അധികം ആകുലചിത്തനാകുന്നു. I am more worried about my house. ഞാൻ എന്റെ ഭവനത്തെ കുറിച്ച് ആകുലചിത്തനാകുന്നു. More worried about my medical bills, how I am going to pay all the bills that I have. എന്റെ വൈദ്യത്തിനുള്ള വൈദ്യ സഹായത്തിന് വേണ്ടുന്ന ആ പണത്തെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ അധികം ആകുലചിത്തനാകുന്നത്. Paul is saying, if you don't want to give up, don't focus on the things that are seen, but the things that are unseen. പ്രിയമുള്ളവരെ, നാം നിരാശപ്പെട്ട് മടുത്തു പോകാതിരിക്കാനായിട്ട് ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം നാം കാണാത്തതിനെ കുറിച്ച് നാം കാണുവാനായിട്ട് ശ്രമിക്കണം. Why? Because the seen things are temporary. അതിന് കാരണം എന്ന് പറയുന്നത് കാണുന്ന കാര്യങ്ങളൊക്കെ നൈമിഷികമാണ്, നശിച്ചു പോകുന്നതാണ്. Transient, it is fading away. These things that are not going to last forever. അത് മാഞ്ഞു പോകുന്നതാണ്, അത് തീർന്നു പോകുന്നത്, അത് താൽക്കാലികമാണ് എന്നേക്കുമായി. But the things that are unseen are eternal. Verse 18 we see. ആ 18-ാം വാക്യത്തിൽ പറയുന്ന പോലെ കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. What do you see? എന്താണ് നിങ്ങൾ കാണുന്നത്? Are you having a short sightedness, just seeing the material things, or the things what God sees that are unseen? പ്രിയമുള്ളവരെ, നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന ഹ്രസ്വദൃഷ്ടിയായിട്ട് ഭൗതിക കാര്യങ്ങളെ മാത്രം കാണുന്നതായിട്ട് ആയിരിക്കുന്നു, അതോ കാണാത്ത കാര്യങ്ങളെ ദീർഘദൃഷ്ടിയുള്ളതായിട്ട് നമ്മുടെ കണ്ണുകളെ മാറ്റുന്നുണ്ടോ? Dearly beloved, what you see is most important. പ്രിയമുള്ളവരെ, നാം എന്തു കാണുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. You may focus on the unseen things and will feel so discouraged and dejected in your Christian walk. പ്രിയമുള്ളവരെ, കാണുന്നതിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നിരുത്സാഹപ്പെട്ട് മടുത്ത് പിൻവാങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് നാം മാറിപ്പോകുന്നു. That is what the prosperity gospel preaches. അത് തന്നെയാണ് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്നവരുടെ സന്ദേശം ഉണ്ടാകുന്നത്. Come to Christ, every material blessings that you have. അവർ പറയുന്നത് കർത്താവിലേക്ക് നിങ്ങൾ വരിക, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്നാണ് സുവിശേഷിക്കുന്നത്. But Bible says these all material things are not permanent and it's transient. എന്നാൽ വേദപുസ്തകം പറയുന്നു ഈ ഭൗതിക കാര്യങ്ങളെല്ലാം തന്നെ മാഞ്ഞു പോകുന്നതാണ്, താൽക്കാലികമാണ്. These unseen things, faith, love, hope, and peace, joy, and gentleness, and kindness, all these things we should be seeing and growing in all these things that are eternal. എന്നാൽ കാണാൻ കഴിയാത്ത ആത്മാവിന്റെ ഫലങ്ങളായിട്ടുള്ള സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇതെല്ലാം എന്നേക്കും നിലനിൽക്കുന്നതാണ്. The third secret is focus on unseen rather than the seen things. ആ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാണുവാനായിട്ട് കഴിയുന്ന കാര്യത്തില്ല, കാണാത്തതിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിക്കണം എന്നുള്ളതാണ്. Dearly beloved, if you practice these three secrets in our lives, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ we will not lose heart. നാം നിരാശപ്പെട്ട് ഹൃദയഭേദകമായിട്ട് നാം ആയി We will മാറത്തില്ല. not lose hope. നമുക്ക് പ്രത്യാശയില്ലാത്തവരായി നാം മടങ്ങിപ്പോകത്തില്ല. I want to say one more thing regarding suffering. ഞാൻ കഷ്ടതയെ കുറിച്ച് ഒരു കാര്യം കൂടെ കുറിച്ച് പറയുവാനായിട്ട് You may ആഗ്രഹിക്കുന്നു. think, oh, I am suffering this much, my affliction is more. ഞാൻ എന്റെ കഷ്ടത വളരെ വലുതാണ്, അയ്യോ ഞാൻ ഇത്രയും കഷ്ടതയിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിക്കാം. But if you are handling that suffering in your own strength, നിങ്ങളുടേതായ ശക്തിയിൽ നിങ്ങൾ ആശ്രയിച്ച് ആ പ്രയാസത്തിൽ നിലനിൽക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ you will be discouraged and you will go down നിങ്ങൾ spiritually. നിരാശപ്പെട്ട് താഴ്ന്ന് അല്ലെങ്കിൽ നിരാശയിലേക്ക് കടന്നു പോകാനായിട്ടുള്ള Whatever സാധ്യതയുണ്ട്. suffering
that you may face right now. നിങ്ങൾ ഏതൊക്കെ കഷ്ടതയിലൂടെയാണ്, പ്രയാസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്? Many people can say negative words or discourage you by their thoughts and deeds, by our actions. ഒരുപക്ഷെ പലരും പല വാക്കുകളാലും അവരുടെ പ്രവൃത്തികളാലും നിങ്ങളെ നിരാശയിലേക്ക് നിന്ദിക്കുവാനോ നിരാശപ്പെടുത്തുവാനോ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. God says, take your suffering and cast your burdens unto the feet of Jesus. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഭാരങ്ങളെ മുഴുവൻ എന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ സമർപ്പിച്ചു തരിക. Don't carry it on your own. അത് നിങ്ങൾ തന്നെ ചുമക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. This suffering, maybe in your sight it can be bigger, but cast all your burdens because he cares for you. എന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് വളരെ വലുതായി ഭാരമുള്ളതായി തോന്നുന്നുണ്ടാവാം. എന്നാൽ കർത്താവിലേക്ക് നിങ്ങൾ അത് സമർപ്പിച്ചു കഴിയുമ്പോൾ അത് വളരെ ലഘുവായിട്ട് അത് മാറും. How do you process your suffering? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കഷ്ടതയെ കൈകാര്യം ചെയ്യുവാനായിട്ട് Are we ശ്രമിക്കുന്നത്? bringing it to Jesus, or rather than processing in your own minds and murmur and rebel against God? നിങ്ങളെ കഷ്ടതകളെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ തന്നെ അത് വഹിക്കുവാനോ ചുമക്കുവാനോ ശ്രമിച്ച് നിങ്ങൾ ചിന്താകുലരായി മാറുകയാണോ, അതോ ദൈവത്തിങ്കിലേക്ക് വയ്ക്കുകയാണ്? Paul is saying 3 secrets for not giving up, because his focus is on the inner self rather than the outer self. പൗലോസ് നമ്മുടെ നിരാശപ്പെട്ട് മടുത്തു പോകാതിരിക്കാൻ വേണ്ടി താൻ 3 കാര്യങ്ങൾ നമ്മളിലേക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ. He is focusing on the inner self, strengthening the inner self. നമ്മുടെ അകമയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുക. How is your inner man? നമ്മുടെ അകമയുള്ള മനുഷ്യൻ Is he എങ്ങനെയായിരിക്കുന്നു? strong? അത് ബലമുള്ളതാണോ? Are you dedicating your life more and more by reading the word, by praying and spending more time in the prayer? നമ്മുടെ ജീവിതത്തിലെ സമയങ്ങളിൽ ഈ ദൈവവചനവുമായിട്ട് ഇരിക്കുവാനോ, പ്രാർത്ഥനയിൽ ഇരിക്കുവാനോ, ദൈവ മക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഇരിക്കുവാനോ നാം സമയം Or spending ചെലവഴിക്കുന്നുണ്ടോ? more time in the smartphone, sending or seeing all the outer men, outer self of all the people of this world? അതോ നമ്മുടെ സ്മാർട്ട് ഫോണിലും പുറമേയുള്ള ജാതികളോടൊപ്പം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മുടെ സമയങ്ങൾ നമ്മൾ So മാറ്റിവെക്കുന്നത്? much time is spent on the outer self. ഇപ്പൊ അനേക സമയങ്ങൾ, ഭൂരിഭാഗ സമയവും നമ്മൾ മറ്റുള്ളവരിലേക്ക്, പുറമേയുള്ള ആൾക്കാരിലേക്ക് മാറ്റിവെക്കുന്നു. How much time we are focused on inner self? നമ്മുടെ അകമയുള്ള മനുഷ്യന് വേണ്ടി നാം എത്ര സമയം നാം മാറ്റിവെക്കുന്നു? Are we looking onto the Savior, the beauty and the holiness of God? ആ ദൈവത്തിങ്കിലേക്ക്, അവന്റെ വിശുദ്ധിയിലേക്ക്, അവന്റെ പരിശുദ്ധിയിലേക്ക് നാം നമ്മുടെ ശ്രദ്ധകളെ, കാഴ്ചകളെ കേന്ദ്രീകരിക്കുന്നുണ്ടോ? Or are we spending the time and looking into this phone and wasting away our time? അതോ നമ്മുടെ മൊബൈൽ ഫോണിലും അതുപോലുള്ള കാര്യങ്ങളും നമ്മുടെ വച്ചുകൊണ്ട് സമയങ്ങൾ വെറുതെ പാഴാക്കി If കളയുന്നവരായി we നാം do that, മാറുന്നുണ്ടോ? we will lose heart and we will lose hope. പ്രിയമുള്ളവർ, അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാം നിരാശപ്പെട്ട് നിരാശയിൽ വിഷമത്തിലായി നാം പോകുന്നവരായി If മാറും. we focus on the affliction and problems more than the glory, we will lose hope. നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ പ്രയാസത്തിലും കഷ്ടത്തിലും മാത്രമാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നാം നിരാശരായി പോകും. അതിന് പകരം കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. Focus on the eternal weight of glory that is beyond all comprehension. ആ കർത്താവിന്റെ വലിയ നിത്യഹരമുള്ള മഹത്വത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ കേന്ദ്രീകരിക്കുക. Look to the things that are unseen rather than the things that are seen. കാണുന്ന കാര്യങ്ങളിലേക്കല്ല, കാണാത്തതിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ പതിപ്പിക്കുക. Those things that are seen are eternal, things that are seen are temporary. പ്രിയമുള്ളവരെ, നാം കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യം. Where is our focus? നമ്മുടെ ശ്രദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് Where is എവിടെയാണ്? our vision? നമ്മുടെ ദൃഷ്ടി, ദർശനം എവിടെയാണ്? What is our vision for our life? നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദർശനം എവിടെയാണ്? What is our vision for our ministry? നമ്മുടെ ശുശ്രൂഷയിൽ നമ്മുടെ ദർശനം എവിടെയാണ്? What is our vision for the future? നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ ദൗത്യം എന്താണ്? Is it like the vision of a lion? അത് ഒരു സിംഹത്തെ പോലുള്ള ദൗത്യമാണോ, ദർശനമാണോ? Lion can see the invisible things. സിംഹത്തിന് കാണുവാൻ കഴിയാത്ത കാര്യങ്ങൾ കാണുവാൻ കഴിയും. Ordinary man can see just the visible things, but the lion can see the invisible things. സാധാരണ ഒരു മനുഷ്യന് വളരെ ഹ്രസ്വമായ ദൂരത്തിൽ മാത്രമേ കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ സിംഹത്തിന് അനേക 10 മടങ്ങ് ദൂരത്തിലുള്ള കാഴ്ചകൾ കാണുവാനായിട്ട് കഴിയും. Are we having that vision of invisible, that ability to see the unseen things? ആ കാണുവാൻ കഴിയാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ പതിപ്പിക്കുവാൻ പാകത്തിലുള്ള ദർശനങ്ങൾ Let നമുക്കുണ്ടാകുന്നുണ്ടോ? us have that spiritual vision in our Christian walk. പ്രിയമുള്ളവരെ, ആ രീതിയിൽ ആത്മീയ ദർശനങ്ങൾ ഉള്ളവരായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായി Let us മാറട്ടെ. develop that vision of lion. ആ സിംഹത്തിലുള്ളതുപോലുള്ള ദർശനങ്ങൾ Let us not നമുക്കുണ്ടാകട്ടെ. give up hope. Let us not be discouraged. Let us not lose motivation. But this secret may encourage us to lead a life that is
like Christ. പ്രിയമുള്ളവരെ, നാം നിരുത്സാഹപ്പെട്ട് നിരാശരായി പിന്മാറി പോകുന്നവരുടെ കൂട്ടത്തിലേക്ക് പോകാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി, കർത്താവിന് കൂടെ നിൽക്കുന്നവരായി മാറട്ടെ. Becoming more transformed and conformed to his son, the Lord Jesus ആ Christ. കർത്താവിനോട് അനുരൂപപ്പെട്ടു പോകുന്ന രീതിയിൽ, അനുരൂപപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ മാറി മറിയട്ടെ. Focusing on the Lord Jesus Christ, who is the author and the finisher of our faith. ആ പൂർത്തി വരുത്തുന്നവനായ യേശുവിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ വയ്ക്കുകയാണ്. One day we are going to see him face to face. What a glorious day that would be, spending eternity forever and ever. ഒരുപക്ഷെ ഒരു ദിവസം നാം ആ കർത്താവിനെ എന്തായാലും നാം കാണും. അന്ന് നിത്യതയോളം നാം അവനോടൊപ്പം ആയിരിക്കും. Do we have that vision of invisible? പ്രിയമുള്ളവരെ, കാണാത്തതിനെ കുറിച്ചുള്ള ദർശനം നമുക്കുണ്ട്. May God help us. ദൈവം നമ്മെ സഹായിക്കും.